നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കുറ്റം തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. ദിലീപ് 8ാം പ്രതിയായ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി വർഗീസാണ് 6 പേർ പ്രതികളാണെന്ന് വിധിച്ചത്. ഇവർക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. കുറ്റക്കാരെന്ന് കോടതി വിധിച്ച പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. 1ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുന്നി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി B മണികണ്ഠൻ, 4ാം പ്രതി VP വിജീഷ്, 5ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6ാം പ്രതി പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതി ശരത് G നായർ എന്നിവരെയാണ് 8ാം പ്രതി ദിലീപിനൊപ്പം കോടതി വെറുതെ വിട്ടത്. 1ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 10 പ്രതികളാണ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ ഉണ്ടായിരുന്നത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. 2017 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം കൊച്ചിയിൽ അരങ്ങേറിയത്. ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു നടി. ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ്. പ്രതിഭാഗം 221 രേഖകൾ ഹാജരാക്കിയിരുന്നു. കേസിലെ സാക്ഷിപ്പട്ടികയിൽ 28 പേർ കൂറുമാറുകയും ചെയ്തു. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുന്നി ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ പിടിയിലായി. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. 2018 മാർച്ച് 8-നാണ് വിചാരണ നടപടികൾ തുടങ്ങിയത്. അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു. രഹസ്യ വിചാരണയാണ് നടന്നത്. പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി 2ാം കുറ്റപത്രം നൽകി. ക്രൈംബ്രാഞ്ച് DYSP ബൈജു K പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആദ്യ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. അതിജീവിതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ നിന്നായിരുന്നതുകൊണ്ട് കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളുമെല്ലാം കാരണം വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു.